പുതിയ ഡ്രസ്സുകൾ വാങ്ങി കുഞ്ഞിനെ നേരിട്ട് ധരിപ്പിക്കാറുണ്ടോ? അല്ലെങ്കിൽ പരസ്യം കണ്ട് സോപ്പും പൗഡറും വാങ്ങി കുട്ടിയെ കുളിപ്പിക്കാറുണ്ടോ? എങ്കിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ കുഞ്ഞിനെ അപകടത്തിലാക്കുകയാണ്. ഒരു നേഴ്സ് എന്ന നിലയിൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഞെട്ടിക്കുന്ന സത്യങ്ങളും കുഞ്ഞിനായി സാധനങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ പണവും ലാഭിക്കും, കുഞ്ഞിൻ്റെ ആരോഗ്യവും സംരക്ഷിക്കും. നമസ്കാരം, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മൾ ടോപ്പിക് എന്ന് പറയുന്നത് നവജാത ശിശുക്കൾക്കുള്ള ഷോപ്പിംഗ് ഗൈഡാണ്. പ്രസവം അടുക്കുമ്പോൾ തന്നെ നമ്മൾ കുഞ്ഞിനായി സാധനങ്ങൾ വാങ്ങിക്കൂട്ടാൻ തുടങ്ങും. എന്നാൽ പലപ്പോഴും ആവശ്യമില്ലാതെ സാധനങ്ങൾ വാങ്ങി പണം കളയാറാണ് പതിവ്. ഒരു നേഴ്സ് എന്ന നിലയിൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത്, അതായത് തെറ്റായ വസ്ത്രങ്ങളും സോപ്പുകളും ഉപയോഗിക്കുന്നത് മൂലം കുഞ്ഞുങ്ങൾക്ക് അലർജിയും അസ്വസ്ഥതയും ഉണ്ടാകുന്നു എന്നതാണ്. ഈ വീഡിയോയിൽ കുഞ്ഞിനായി വാങ്ങേണ്ട 8 പ്രധാന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വിശദമായി പറയാം. ഇത് മുഴുവൻ കണ്ടാൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും ഉണ്ടാവില്ല. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി വസ്ത്രങ്ങൾ. എന്ത് വാങ്ങണം, എങ്ങനെയുള്ള വസ്ത്രങ്ങൾ വാങ്ങണം എന്ന് എല്ലാവർക്കും ഡൗട്ടാണ്. കാണാൻ ഭംഗിയുള്ള പട്ടുടുപ്പുകളോ ലേസുകൾ വെച്ച വസ്ത്രങ്ങളോ നവജാത ശിശുക്കൾക്ക് ഒട്ടും നല്ലതല്ല. എപ്പോഴും കോട്ടൺ അല്ലെങ്കിൽ സാധാരണ സോഫ്റ്റ് കോട്ടൺ തുണികൾ മാത്രം വാങ്ങുക. കഴുകുന്ന രീതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുത്തൻ തുണികൾ ഒരിക്കലും നേരിട്ട് കുഞ്ഞിന് ഉപയോഗിക്കരുത്. അതിൽ സ്റ്റാർച്ചും കെമിക്കലും കാണും. അത് കുഞ്ഞിൻ്റെ തൊലിപ്പുറത്ത് ചുവന്ന തടുപ്പുകൾ ഉണ്ടാക്കാം. നല്ലവണ്ണം അലക്കി വെയിലത്തിട്ട് ഉണക്കിയ ശേഷം മാത്രം കുഞ്ഞിന് വസ്ത്രം ധരിപ്പിക്കുക. ഡിസൈനാണ്. തലവഴി ഇടുന്ന വസ്ത്രങ്ങളെക്കാൾ മുന്നിൽ ബട്ടണുകൾ ഉള്ള വസ്ത്രങ്ങളാണ് കൈകാര്യം ചെയ്യാൻ എളുപ്പം. മുത്തുകളുള്ള ഉടുപ്പുകൾ ഒഴിവാക്കുക. കുഞ്ഞ് അത് കടിച്ചു വിഴുങ്ങാൻ സാധ്യതയുണ്ട്. കുളിപ്പിക്കാൻ ആവശ്യമായ, അതായത് ബാത്ത് കിറ്റിനെ കുറിച്ചാണ് ഇനി സംസാരിക്കാൻ പോകുന്നത്. ഇവിടെയാണ് അമ്മമാർക്ക് ഏറ്റവും കൂടുതൽ പണം നഷ്ടപ്പെടുന്നത്. സോപ്പ്. പരസ്യത്തിൽ കാണുന്ന എല്ലാ സോപ്പുകളും നല്ലതാകണമെന്നില്ല. ഗന്ധം കുറഞ്ഞ ടിയർ ഫ്രീ ലേബലുള്ള സോപ്പുകൾ നോക്കി വാങ്ങാൻ ശ്രമിക്കുക. പൗഡർ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ തരികൾ വായുവിലൂടെ കുഞ്ഞിൻ്റെ ശ്വാസകോശത്തിൽ എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പല ഡോക്ടർമാരും ഇത് നിർദ്ദേശിക്കാറില്ല. ഉപയോഗിക്കുകയാണെങ്കിൽ കയ്യിലെടുത്ത് ദൂരെ മാറി നിന്ന് തേച്ച ശേഷം മാത്രം കുഞ്ഞിന് പുരട്ടുക. ടവൽ. കുഞ്ഞിൻ്റെ ശരീരം ഒപ്പാൻ നല്ല മൃദുവായ കോട്ടൺ ടവലുകൾ ഉപയോഗിക്കുക. പരുപരുത്ത തുണികൾ ഉപയോഗിച്ച് കുഞ്ഞിനെ തോർത്തരുത്. കുഞ്ഞിൻ്റെ ചർമ്മം നേർത്തതാണ്, അതുകൊണ്ട് അത് പാടില്ല. ഡയപ്പറും ഹൈജീനും. ഡയപ്പറിൻ്റെ കാര്യം വരുമ്പോൾ പലർക്കും സംശയമാണ്. ക്ലോത്ത് ഡയപ്പർ. പകൽ സമയങ്ങളിൽ ക്ലോത്ത് തുണി കൊണ്ടുള്ള ഡയപ്പറുകൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇത് കുഞ്ഞിൻ്റെ ചർമ്മത്തിന് ശ്വസിക്കാൻ അവസരം നൽകും. ഡിസ്പോസിബിൾ ഡയപ്പർ. യാത്രയിലോ മാത്രം ഇത് ഉപയോഗിക്കുക. ഓരോ 3-4 മണിക്കൂറിലും ഇത് മാറ്റണം. പിന്നെ വൈപ്സ് ആണ്. ആൽക്കഹോൾ ഇല്ലാത്ത വൈപ്സ് മാത്രം തിരഞ്ഞെടുക്കുക. സാധിക്കുമെങ്കിൽ പഞ്ഞി വെള്ളത്തിൽ മുക്കി തുടയ്ക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതം. ആ ഭാഗത്ത് ചുവന്ന നിറം കണ്ടാൽ ഉടൻ ഡയപ്പർ റാഷ് ക്രീം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. കിടക്കയും സുരക്ഷയുമാണ് അടുത്തതായിട്ട് സംസാരിക്കുന്നത്. കുഞ്ഞ് കിടക്കുന്ന ബെഡും വലയും വളരെ പ്രധാനമാണ്. ബെഡ്. സ്പോഞ്ച് പോലെ താഴ്ന്നു പോകുന്ന ബെഡുകൾ നവജാത ശിശുക്കൾക്ക് അപകടമാണ്. ഇത് ശ്വാസം മുട്ടലിന് കാരണമായേക്കാം. കുറച്ച് ഉറപ്പുള്ളതും നിരപ്പായതുമായ പ്രതലം വേണം തിരഞ്ഞെടുക്കാൻ. തലയിണ. കുഞ്ഞുങ്ങൾക്ക് തലയിണയുടെ ആവശ്യം ഇല്ല. ഇത് അവരുടെ കഴുത്തിന് വേദന ഉണ്ടാക്കാം. കൊതുകുവല. സ്പ്രേകളോ കോയിലുകളോ ഉപയോഗിക്കാതെ എപ്പോഴും കൊതുകുവല തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. കുഞ്ഞിന് വായു സഞ്ചാരം തടസ്സപ്പെടാത്ത രീതിയിലുള്ള വലകൾ നോക്കി വാങ്ങുക. ഈ ലിസ്റ്റിൽ ഇല്ലാത്ത അധികം സാധനങ്ങൾ വാങ്ങി കുഞ്ഞിൻ്റെ മുറി നിറയ്ക്കേണ്ടതില്ല. ഈ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി ചോദിക്കാം. ഈ വീഡിയോ പ്രസവം അടുത്ത് വരുന്ന അമ്മമാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.